തണലിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പന്നിയോടൻ്റെ ആത്മാർത്ഥമായ മനസ്സിൻ്റെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 30 വർഷം കൊണ്ട് ഔഷധ സസ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഈ വലിയൊരു പദ്ധതിയിലേക്ക് വരുത്താൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അധികം തൊഴിലാളികളും മറ്റു ജീവനക്കാരും ഇതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ കേരളത്തിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് പുറത്തും തണലുമായി ബന്ധപ്പെട്ട വ്യാപാര സമുച്ചയമുണ്ടാക്കാൻ ശ്രീ പന്നിയോടിന് സാധിച്ചിട്ടുണ്ട്. അതൊരു കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് ഒരു വ്യവസായം തുടങ്ങാൻ വേഗം സാധിക്കും, പക്ഷെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു പ്രയാസമായിരിക്കും. അത് മാറ്റിക്കൊണ്ടാണ് ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ ഒരു 14 മണിക്കൂറും ഈ വ്യാപാര വ്യവസായത്തിനും മറ്റും വേണ്ടിയാണ് ശ്രീ പന്നിയോടൻ മൂപ്പരുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. തണൽ പരിസ്ഥിതി പുരസ്കാരവും സമർപ്പണവും പെട്രോളിയം ഉദ്ഘാടനവും ചെറുവാഞ്ചേരിയിൽ നടന്നു. ഞായറാഴ്ച വൈകുന്നേരം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് സരുളിൻ്റെ അധ്യക്ഷതയിൽ നിയുക്ത MLA PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഉപഹാര സമർപ്പണവും നടത്തി. ചെറുവാഞ്ചേരി തണൽ അഗ്രോ ആൻഡ് നഴ്സറി 30ാം വാർഷികാഘോഷം സമുചിതമായി നടന്നു. ഇതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ തണൽ പരിസ്ഥിതി പുരസ്കാരം അഡ്വക്കേറ്റ് വിനോദ് പയ്യടക്ക് സമർപ്പിച്ചു. മാധവ് ഗാഡ്ഗിൽ, മേധ പട്കർ തുടങ്ങിയ പരിസ്ഥിതി നേതാക്കൾ നേതൃത്വം കൊടുത്ത സമരങ്ങൾക്ക് ഇദ്ദേഹം നേതൃപരമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകരായ TV രാജൻ, ഡോക്ടർ ഖലീൽ, ഡോക്ടർ KP പ്രശാന്ത് എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ചടങ്ങിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപനും, ജനകീയ ആസൂത്രണ സാരഥികൾക്കുള്ള ആദരവ് പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിലും നൽകി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. വൈവിധ്യമാർന്ന ചെടിച്ചട്ടികളുടെയും ബോൺസായി വൃക്ഷങ്ങളുടെയും ശേഖരവും ചടങ്ങിന് ശേഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് 30 വർഷം പിന്നിട്ടിട്ടുള്ള തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറിയുടെ പോട്ടേറിയം എന്ന മഹത് സംരംഭത്തിന് ആദരണീയനായ നിയുക്ത MLA PK പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. എൽനിനോയും വരൾച്ചയും ഒരുപോലെ കേരളത്തെ ബാധിക്കാൻ പോകുന്ന പ്രതിഭാസമാണ് എന്ന് ശാസ്ത്ര സമൂഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാവസ്ഥയെ അതിൻ്റെ തനത് നിലയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക്, പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ അടിസ്ഥാനത്തിൽ മേധ പട്കറോടൊപ്പം ഗാഡ്ഗിലിനോടൊപ്പം സമരരംഗത്തും സാമൂഹ്യ രംഗത്തും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഗാഡ്ഗിലിൻ്റെ ആത്മകഥ മാതൃഭൂമിയിലൂടെ പ്രസിദ്ധീകരിച്ച് പുസ്തകമായി മാറ്റിയിട്ടുള്ള കേരളം പരിസ്ഥിതി പോരാട്ട രംഗത്ത് ആദരിക്കുന്ന വിനോദ് പയ്യടെയാണ്. അദ്ദേഹത്തിനാണ് പ്രഥമ പുരസ്കാരം, തണൽ പരിസ്ഥിതി പ്രഥമ പുരസ്കാരം നൽകി ഇന്ന് ഈ നാടും നമ്മളും ആദരിക്കുന്നത്. ഒരുപാട് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രോ ഫാം ആൻഡ് നഴ്സറിയാണ് തണൽ എന്ന് പറയുന്നത്. നമ്മുടെ പാരിസ്ഥിതിക അവബോധത്തിനനുസരിച്ചുകൊണ്ട് പുതിയ മാറ്റങ്ങൾ ലോകത്തെമ്പാടും ഉയർത്തിക്കൊണ്ടുവരാൻ ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ശ്രീ വിനോദ് പയ്യയുടെ പോലെ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ സാമൂഹിക ജീവിതവും സാംസ്കാരിക ജീവിതവും പൊതുവിൽ പാരിസ്ഥിതിക അവബോധമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.